ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷനെ പറ്റിയാണ്. 3 days കൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും മെത്തേഡ്സൊക്കെ പല ടൈപ്പും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതും എനിക്ക് കുറച്ചുകൂടെയൊക്കെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതുമായിട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വഴി നമ്മൾ കാണുന്നതാണ്. പക്ഷേ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു 2 days 21 days 3 days ഒക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്, നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എനിക്ക് വർക്കായില്ല, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു മെത്തേഡെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വളരെ പ്യുവർ സോളാവുക. അതായത് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഈ ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു നെഗറ്റീവ് തോട്ട്സോ ഒരു വിചാരങ്ങളോ ഒന്നുമില്ല, വളരെ പ്യുവർ ഫോമിലാണ് അവർ നിൽക്കുന്നത്. അതേ ഫോമിലോട്ട് നമ്മൾ വരിക. അതായത് നമുക്ക് ആരോടൊരു ഈഗോയോ ഒരു ദേഷ്യമോ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സോ വൈരാഗ്യമോ ഒരു ഫീലിങ്സും ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സും ഇല്ലാതെ വളരെ പ്യുവറായിട്ട് നിന്ന് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തത്തുള്ളൂ. അതല്ലാതെ നമ്മുടെ മൈൻഡിൽ ഈഗോയും കുശുമ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ കാര്യം കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ സ്വന്തമാക്കാൻ വേണ്ടിയോ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു നെഗറ്റീവ് ടൈപ്പ് ഓഫ് എനർജിയാണ് നമ്മൾ യൂണിവേഴ്സിലോട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ വേണം. നമ്മൾ ഇപ്പോൾ ഇന്ന് മാനിഫെസ്റ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി നെഗറ്റീവ് ഇപ്പോൾ 3 days കഴിഞ്ഞ് എന്നെ മാനിഫെസ്റ്റ് ചെയ്തു, ഓക്കെ എനിക്കത് കിട്ടിയില്ല അല്ലെങ്കിൽ അത് നടക്കുമോ എന്ന് നമ്മുടെ മൈൻഡിലൊരു ഡൗട്ടോ നെഗറ്റീവ് തോട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വരുന്ന ആ ഒരു എനർജീനെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ അകന്നു പോവുക, അതല്ലെങ്കിൽ നമുക്കത് കുറേ നാളത്തേക്ക് കിട്ടാതിരിക്കുക. അതാണ് നമ്മൾ നോർമലി എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു 1000 rupees കിട്ടാൻ വേണ്ടി ഞാൻ 1000 rupeesന് വേണ്ടി ഞാൻ ജേർണൽ എഴുതുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ടെക്നിക്സ് നമ്മൾ നോക്കുമ്പോൾ അതൊന്നും എഫക്റ്റീവ് ആവുന്നില്ല എന്ന് പറയുന്നതിന് കാര്യം നമ്മുടെ മൈൻഡ് പ്യുവറായിരിക്കണം. നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. നമ്മൾ ആ ഒരു ഫോമിലോട്ട് വരാൻ വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് നടക്കത്തൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനെയും ബോഡീനെയൊക്കെ സോളിനെയും ആ ഒരു ഫോമിലോട്ട് കൊണ്ടുവരണം. നമ്മൾ മെഡിറ്റേഷൻസ് ചെയ്യണം, നമ്മൾ യോഗ അറിയാവുന്നൊരു യോഗ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയാണോ നമുക്ക് നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ രീതിയിലോട്ട് നമ്മൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട് വരുന്നത്, അപ്പോൾ എങ്കിൽ മാത്രമേ എന്നിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഈ ഒരു തരത്തിൽ കാമാവുക. എങ്കിൽ മാത്രമേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മളിലോട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ എന്ത് വിചാരിച്ചാലും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം അതോടുകൂടി അങ്ങ് വിട്ടേക്കുന്ന ഇന്നിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അത് വിഷ്വലൈസ് ചെയ്തു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ അതിനെപ്പറ്റി കംപ്ലീറ്റ്ലി ഞാനത് മറന്നു. ഞാൻ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നേ ഇല്ല. പിന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് അതേപോലെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ അതേപോലെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് ഞാനത് ഫീൽ ചെയ്യണം. അങ്ങനെ ചെയ്ത് പിന്നെയും ഞാനത് വിടുക. അങ്ങനെ നമ്മൾ അതിനെ വിടുന്ന അനുസരിച്ചാണ് നമ്മൾ അതിനെപ്പറ്റി നമുക്ക് എപ്പോഴാണ് അതിനോട് ആവശ്യം കൂടുതൽ തോന്നുന്നത്, അപ്പോൾ ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഒരു വീട് വേണം, അതെൻ്റെ ഒരു ആവശ്യമാണ്. എപ്പോഴും വീട് അത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ആവശ്യം നമ്മളങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമുക്ക് കിട്ടിയായിട്ട് അനുഭവിക്കുക, അതിനെപ്പറ്റി സ്വപ്നം കാണുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനങ്ങ് വിടുക. നെഗറ്റീവായിട്ട് ഒരു തോട്ട്സും കൊണ്ടുവരും. അപ്പോൾ നമ്മളിപ്പോൾ 3 days മാനിഫെസ്റ്റ് ചെയ്താലും നമ്മൾ പറയും, ഇന്ന് 3 days കൊണ്ട് എനിക്ക് കിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സംഭവങ്ങളൊന്നും നമ്മൾ ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് 3 days അല്ല 21 days അല്ല 10 years അല്ല നമുക്ക് കിട്ടാത്തതിന് കാര്യം. അപ്പോൾ നമ്മൾ കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിടുകയല്ല ചെയ്യേണ്ടത്.
നമ്മൾ ആ ഒരു പ്യുവർ ഫോമിലോട്ട് വരിക. നമ്മളിപ്പോൾ ഒരു സീഡിനെ ഭൂമിയിൽ മണ്ണിൽ കുഴിച്ചിട്ടു, അത് നെക്സ്റ്റ് ഡേ മുളച്ച് വരുമല്ലോ ചെയ്യുന്നത്. അതിന് മുളച്ച് വരേണ്ട ആ ഒരു ടൈം എടുക്കും അത് വരാൻ ഭൂമിയിലോട്ട്. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിനും ഓരോ ടൈമുണ്ട്. അതിനനുസരിച്ച് അത് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തോരം നമ്മുടെ മൈൻഡ് ആൻഡ് സോൾ നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്ത് പ്യുവർ ഫോമിലാണ്, ആ ഇതിനനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് യൂണിവേഴ്സ് ഓരോ കാര്യങ്ങളും നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് പെട്ടെന്ന് നടക്കുന്നത്, ചില ആൾക്കാർക്ക് ഒന്നും നടക്കുന്നില്ല. അത് നമ്മുടെ മൈൻഡിനെ അനുസരിച്ചാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ നമ്മൾ ഓരോരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ട ആ കാര്യത്തെപ്പറ്റി നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. അതെന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടത്, അതെന്താണ് എന്നൊക്കെ എനിക്ക് നല്ല ഒരു ഐഡിയ വേണം. അതിനുശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട്, അത് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, സ്റ്റിൽ ഞാൻ അതിൽ കൂടെയാണ് പോകുന്നത് എന്ന് പ്രസൻറ്റ് ടെൻസിൽ തന്നെ നമ്മൾ എഴുതുക. നമ്മൾ എന്തിനെപ്പറ്റി എഴുതിയാൽ എഴുതിയാൽ മാത്രമേ നമ്മൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അതിനെപ്പറ്റി ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വിഷ്വലൈസേഷൻ നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ മൈൻഡിൽ നമ്മൾ ആ ഒരു വിഷ്വൽസ് കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞൊരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു സിമ്പിൾ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നെവിൽ ഗോഡാർഡിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ വേണ്ടത് അതിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്ക് വേണം. അതാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ വേണം. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് അതിനെപ്പറ്റി ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത്. നമ്മൾ ജസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുക. അതെനിക്ക് കിട്ടി, ഞാൻ അതിനിപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു വീട് കിട്ടി, ആ വീട് എനിക്കിഷ്ടമുള്ളൊരു വീട് ഞാൻ ഉണ്ടാക്കി, ഞാൻ അതിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ താമസിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷമാണോ ഉണ്ടാകുക, നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസൊക്കെ എന്താണോ അത് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫീൽ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ആ വീടും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ കിടന്നുറങ്ങുന്നതും എൻ്റെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ഫീൽ കൊണ്ടുവരിക ആണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആ കാര്യം വിടുക. അതിൻ്റെ പുറകെ പോവാതെ നെഗറ്റീവ്സ് അടിക്കാതെ നമ്മൾ മാറി നിൽക്കുക. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് എൻ്റേത് തന്നെയാണ്, അത് ഓൾറെഡി അതെനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അതിന് വേണ്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എൻ്റേത് തന്നെയാണ് എന്ന് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ പറഞ്ഞ് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളുമൊക്കെ ഈ ഒരു മെത്തേഡൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ നമ്മൾ എണീക്കുക, നമ്മൾ കുറച്ച് നേരം മെഡിറ്റേഷനിലിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിനെ ഫീൽ ചെയ്യുക. ഈ പ്രസൻറ്റിൽ ഞാൻ കൊണ്ടിരിക്കുകയാണ് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിലോട്ട് പോവുക. പിന്നെ ഇതിനെപ്പറ്റി നെഗറ്റീവ്സ് ആയിട്ട് ഒരു കാര്യം ആലോചിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്ന ടൈമിലാണ് നമ്മൾ കൂടുതലും നമ്മുടെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന ടൈമിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഈ ഒരു കാര്യം മാത്രമായിരിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ എന്ത് കാര്യം, അതായത് എൻ്റെ വീടാണ് എൻ്റെ സ്വപ്നമെങ്കിൽ ആ വീടിനെ പറ്റി ആസ്വദിച്ച് ഫീൽ ചെയ്ത് അവിടെ കിടന്നുറങ്ങുന്നതായിട്ട് നമ്മൾ ഉറങ്ങുക. അങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യണം, നമ്മൾ ഫീൽ ചെയ്യണം നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കിട്ടുന്നതായിട്ട്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും നമ്മൾ അതേപോലെ തിരിച്ച് രാത്രി കിടക്കുന്ന സമയത്തും നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ, അതായത് നമ്മൾ ഇതിനൊക്കെ വിഷ്വലൈസ് ചെയ്ത് രാവിലെയും വിഷ്വലൈസ് ചെയ്യണം, അതുപോലെ തന്നെ വൈകിട്ടും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വളരെ പ്യുവറായിട്ട് യാതൊരുവിധ നെഗറ്റീവ്സോ ഒരു കാര്യവും ഇല്ലാതെ വിഷ്വലൈസ് ചെയ്യുക. ജസ്റ്റ് അതിനെപ്പറ്റി വിടുക, അതിനെ ഫീൽ ചെയ്ത് നമ്മൾ ആ ഒരു ഞാനിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കയ്യിലത് കിട്ടി എന്ന രീതിയിൽ ഫീൽ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിലോട്ട് പോവുക. ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ
നിങ്ങൾ ഒന്നിനെയും പറ്റി നെഗറ്റീവ് തോട്ട്സ് ഒരു കാര്യം കൊണ്ടുവരാതെ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 3 ഡേയ്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് നടത്തി തരുന്നതാണ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു മൈ സോൾ ഫാമിലി.